ഞാനിപ്പോ ഇരിക്കുന്നത് എനിക്കും എന്നെ പോലെ ഒരുപാട് കുറെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ്. എവിടാണെന്ന് ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. അങ്ങനെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ സ്കൂളിലോട്ട് ഞാൻ തിരിച്ചു ചെല്ലുന്നത്. സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സ്കൂളിൻ്റെ മുറ്റത്തോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ എൻ്റെ സ്കൂൾ ലൈഫ് എനിക്ക് കാണാൻ പറ്റി. ഇവനീ കയറി ചെല്ലുന്നത് അവൻ്റെ ക്ലാസ് റൂം മാത്രമല്ല, ഞാൻ പഠിച്ച ക്ലാസ് റൂം കൂടിയാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ആ ബെഞ്ചിനും ഡെസ്കിനും ആ ക്ലാസ് റൂമിനും ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ വീണ്ടും കയറുന്നത്. ക്ലാസ് റൂമിൽ കുറേ ഓർമ്മകളുണ്ട്. ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് തവണ വരാന്തിലെ ടീച്ചർ പുറത്താക്കി നിന്ന കുറേ ഓർമ്മകളുണ്ട്. ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. ഇത് പണ്ട് വലിയ ഗ്രൗണ്ടായിരുന്നു. PT സമയങ്ങളിൽ ഒരുപാട് കുട്ടികൾ കളിച്ചിരുന്ന ഗ്രൗണ്ട്. പണ്ട് ക്രിക്കറ്റ് പ്രാക്ടീസിൻ്റെ പേരിൽ ക്ലാസ് കട്ട് ചെയ്ത് ഈ ഗ്രൗണ്ടിൽ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ബിൽഡിംഗ് വന്ന് ഇതൊരു ചെറിയ ബാസ്ക്കറ്റ് കോർട്ട് മാത്രമായി. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് വരാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളിന് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് അക്കാഡമിക് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കൂടിയാണ്. അതുമാത്രമല്ല, ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടിയാണ് ഇന്ന്. 1965 സ്കൂള് നിലവിൽ വന്ന വർഷം മുതൽ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഇന്ന് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുടെ കണ്ടുമുട്ടൽ കൂടിയാണ് ഇന്ന്. എൻ്റെ കൂടെ പഠിച്ചതും അച്ഛൻ്റെ പ്രായമുള്ള ആളുകളും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് മാഷുമാരും സാറുമാരും പിന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ള കുറേ ആളുകളും കണ്ടുമുട്ടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ കാണുന്നതാണ് കേട്ടോ പുതിയ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷനാണ് കേട്ടോ. ഈ സ്റ്റെയർ കയറി പോകുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ സ്റ്റേജ്. ഇനോഗ്രേഷൻ ചെയ്യുന്ന സ്റ്റേജാണ് കേട്ടത്. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ സ്റ്റേജ്. അപ്പോൾ ഇന്ന് ഈ ബിൽഡിംഗ് ഇനോഗ്രേഷൻ ചെയ്യുന്നത് മന്ത്രി MP രാജേഷാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് 4:30ക്കാണ് പരിപാടി. അപ്പം ഞാൻ രാവിലെ വന്നപ്പോൾ കുറേ ആളുകളുണ്ട്. ഇവിടുന്ന് പോയി കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഇവിടെ തിരിച്ചു വരണം. അന്ന് പലരും വലിയ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ചിലർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. രക്ഷപ്പെട്ടവർക്ക് മനസ്സുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫ് ചെയ്യും. ഒന്നുമില്ലെങ്കിലും അന്ന് നമ്മൾ ഏത് കോലത്തിലാണെന്നെങ്കിലും കാണാമല്ലോ. അങ്ങനെ ഞാൻ ഒരുപാട് നല്ല ആളുകളെ കണ്ട് സംസാരിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ടാ. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സ്കൂളിലോട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു കലാലയ ഓർമ്മകൾ നിങ്ങൾക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റട്ടെ എന്ന് നേരുന്നു. അപ്പോൾ ബാക്കി നാളെ